സിക്ക് അല്പം മുൻപ് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളൊക്കെയും ഇവിടെ നിന്ന് എങ്ങനെയാണ് 191 പേരെ ഇനിയും കാണാതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോത്തുകല്ലിൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്? മഴ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 തുടങ്ങിയ മഴ ഇപ്പോഴും ഈ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയ മഴ എന്ന് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ തുള്ളിമുറിയാത്ത മഴ എന്ന് പറയുന്നില്ല. ചാറ്റൽ മഴയാണ് ഉള്ളത്. പക്ഷേ ഈ മഴ അത്ര സുഖകരമായിട്ടല്ല. ക്രമേണ ഈ പോത്തുകൽ പുഴയിൽ അല്ലെങ്കിൽ ചാലിയാർ പുഴയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഔദ്യോഗികമായ കണക്കുകൾ അവിടെ ടാബുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് അരമണിക്കൂർ മുന്നേ വരെ കിട്ടിയതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പെട്ടിട്ടുണ്ടാവുക. പക്ഷേ രാവിലെ നടന്ന തെരച്ചിലിനേക്കാളും കുറച്ചുകൂടി ഊർജിതവും സൂക്ഷ്മവും ഒരു പരിധിവരെ സമഗ്രവും എന്ന് പറയാവുന്ന രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഈ പറയുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നും തുടങ്ങി ഈ പറയുന്ന നമ്മൾ പോത്തുകല്ല്, ഈ നിലമ്പൂർ പോത്തുകല്ല് ഭാഗം വരെയുള്ള ഇരു കരകളിലും സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന, അന്വേഷണം എല്ലാം തന്നെ ഈ സംഘം നടത്തിയിട്ടുണ്ട്. അതിൽ വനംവകുപ്പുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, DYFI, വെൽഫെയർ പാർട്ടി പോലുള്ള സന്നദ്ധ സംഘടനകളുണ്ട്, യുവജന സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരെല്ലാം തന്നെ ചേർന്നാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. നമുക്ക് ഇപ്പോഴും കാണാം ആംബുലൻസിൻ്റെ ശബ്ദം, ഇപ്പോഴും കേൾക്കാം ആംബുലൻസിൻ്റെ ശബ്ദം. ഈ രീതിയിൽ മൃതദേഹവുമായി പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരച്ചിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി അവസാനിപ്പിക്കും. ഈ തീരങ്ങളിലുള്ള തെരച്ചിൽ പിന്നീട് ഏതെങ്കിലും സൂചനകൾ കിട്ടുന്നതിനനുസരിച്ച് തിരയാനുള്ള ശ്രമമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി 7 മണിയോടുകൂടി ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഇനി അങ്ങോട്ട് ഏതൊക്കെ രീതിയിലുള്ള തെരച്ചിൽ നടത്തണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ തെരച്ചിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു മാർഗനിർദ്ദേശവും കൂടെ ഉണ്ടാകും. കാരണം ഇന്ന് ഏതാണ്ട് 500-ലധികം ആൾക്കാർ രാവിലെ മുതൽ ഈ സമയം വരെയായി ഈ തെരച്ചിലിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു പരിധിവരെ വയനാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന്, ചൂരൽമലയിൽ നിന്നോ ഉള്ളതുപോലല്ല ഇവിടെ മൃതദേഹങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് വൈകാരികമായ വലിയ പ്രതികരണങ്ങൾ ഇല്ല. കാരണം ഈ പ്രദേശത്ത് നിന്നും കിട്ടുന്ന മൃതദേഹങ്ങൾ ഈ നാട്ടുകാരുമായി നേരിട്ട് ബന്ധമുള്ളവരോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ബന്ധുക്കളോ ഒന്നും തന്നെയല്ല. കാരണം ഏതാണ്ട് 20 കിലോമീറ്ററിലധികം ചുറ്റിത്തിരിഞ്ഞ് പുഴയൊഴുകി വന്ന് മണ്ണും മണലും തടികളും അതോടൊപ്പം തന്നെ വീടും ജീവനുമായി വന്ന് ഈ ഭാഗത്ത് അടിഞ്ഞു പോയവരാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ കാണുന്ന അത്ര രീതിയിലുള്ള വൈകാരികമായ പ്രകടനം അവിടെയില്ല. പകരം അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും എണ്ണം മൃതദേഹവും അതോടൊപ്പം മൃതദേഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളും ഇവിടെയും കിട്ടുന്നുണ്ട്. തീർച്ചയായും ആരുമല്ലെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മനുഷ്യന്മാരാണ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെ. ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ അരുൺ നൽകും. മേപ്പാടിയിൽ നിന്ന് ഗോകുൽ VS ഉണ്ട്. ഗോകുൽ പറയൂ, ഗോകുലിന് ഇപ്പോൾ നൽകാനാകുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ മേപ്പാടിയിലേക്ക് നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ, ഏകദേശം 10-ലധികം ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആംബുലൻസ് വരുന്നതും ആളുകൾ ചുറ്റും കൂടിയിരുന്ന് തങ്ങളുടെ ബന്ധുക്കൾ എവിടെയെന്ന് അന്വേഷിക്കുന്ന ആളുകൾ ഓടി ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. അവിടെ എത്തി ആംബുലൻസുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ അല്ലെങ്കിൽ അവരുടെ മുഖമാണോ എന്ന് ഒരു നോക്ക് കാണുന്ന ഒരു അത്തരത്തിലുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് ആകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിന് സമീപത്തേക്കാണ് ഇപ്പോൾ ആംബുലൻസുകൾ 10 ആംബുലൻസുകളിലായി നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ എത്തിച്ചത്. നിലമ്പൂരിൽ തിരിച്ചറിയാതെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ നിരവധി പേർ, നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ തന്നെ പലരും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബൈറ്റുകളിൽ പറഞ്ഞു, അവരുടെ പ്രിയപ്പെട്ടവരെവിടെയൊന്നും ഒരു വിവരവുമില്ല. ഇവിടെ അന്വേഷിച്ചു, മോർച്ചറിയിൽ അന്വേഷിച്ചു, അവിടെയില്ല. പരിക്ക് പറ്റിയവരുടെ കൂട്ടത്തിൽ അന്വേഷിച്ചു, അവിടെയും കാണാനില്ല. അങ്ങനെയൊക്കെ അലഞ്ഞ് ഇവിടെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന് അന്വേഷിച്ച് നടക്കുന്ന നിരവധി പേരുണ്ടായിരുന്നു. അവർ ഈ ഒരു ആംബുലൻസുകൾ വന്നപ്പോൾ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം അറിയുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഈ ഒരു സ്ഥലത്ത് മേപ്പാടിയിലേക്ക്, ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇപ്പോൾ വന്നത്. ഗോകുൽ മേപ്പാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയും പലരെയും തിരിച്ചറിയാനാകുന്നില്ല എന്നുള്ളതാണ് വേദന. തങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അച്ഛനമ്മ, സഹോദരങ്ങളൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് തിരിച്ചറിയാനായി ഓടിയെത്തുന്ന ജനങ്ങളുടെ കാഴ്ചകൾ, അതാണ് തീർത്തും വിലാപം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് വയനാട് ഭൂമിയിലാകെ ഇപ്പോൾ.